നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ എപ്പോഴാണ് സംസാരിക്കേണ്ടത്, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളോട് എപ്പോഴാണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ എപ്പോഴാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങേണ്ട സമയം എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ നല്ല സ്കൂളുകൾ കണ്ടുപിടിച്ചാണ് പൊതുവെ എല്ലാ രക്ഷിതാക്കളും മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിടുന്നത്. അവിടെ എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ, ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഏറ്റവും നല്ല പേരുള്ള, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക്, അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്കൊക്കെയാണ് ഇന്ന് രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്നുണ്ടാവുക. എന്താണ് ഇതിൻ്റെയൊക്കെ മൂല കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മക്കളെ ഏറ്റവും സേഫായി ജീവിക്കുക, ഏറ്റവും നന്നായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ ജീവിക്കാൻ അവരെ കൊണ്ട്, ഈ വിദ്യാഭ്യാസത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രാപ്തരാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് കാരണമായി കാണാറുള്ളത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും വിദ്യാഭ്യാസം, അതായത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിന്റെ കൂടെ തന്നെ പലപ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസിയും കൊടുക്കാറുണ്ട്. പല കോളേജുകളും ഫിനാൻഷ്യൽ ലിറ്ററസിന്റെ ക്ലാസ്സുകളൊക്കെ എക്സ്ട്രാ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അത് കിട്ടുന്നില്ല, പല ആൾക്കാർക്കും അത് നഷ്ടപ്പെട്ടു പോവാറുമുണ്ട്. ഇനി ഈ ഫിനാൻഷ്യൽ ലിറ്ററസിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേഴ്സണലായിട്ട്, അതായത് പേഴ്സണൽ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ആദ്യമായിട്ട് വേണ്ടത്. അതായത് നമുക്കുണ്ടാവുന്ന വരുമാനം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, നമുക്കൊരു ചെറിയൊരു വരുമാനം വരാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ അതിനെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സാലറി കിട്ടാൻ തുടങ്ങുന്നത് കൂട്ടുക, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുന്ന സമയമാണ്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മൾ രക്ഷിതാക്കളുടെ നിഴലിൽ ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ചെലവിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർക്കും ഒരുപാട് ആഗ്രഹങ്ങളിലേക്കൊന്നും എത്തിച്ചേരാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. പക്ഷെ ജോലി കിട്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജോലി കിട്ടിയ ഉടനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ, ഞാൻ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വേണ്ടേ? ഉറപ്പായിട്ടും വേണം. ജീവിതം വെറും നമ്പറുകൾക്കുള്ളിൽ മാത്രം തളച്ചിടാൻ പാടില്ല. പക്ഷേ പറ്റുമെങ്കിൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളിലേക്കും പോകുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ സേവിങ്സ് പോലെയുള്ള സംഭവങ്ങളിലേക്കും കൂടി കൊണ്ടുപോകണം. കാരണം സ്വപ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ തീരുമ്പോൾ 10-35 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു വരാനൊരു സമയം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് സ്വപ്നങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവനവന്റെ കാര്യങ്ങളിൽ ഒരു ചെറിയൊരു സേവിങ്സിലേക്ക് കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം എന്താണ്? നമ്മൾ ഇന്നുണ്ടാക്കുന്ന വരുമാനം കുറച്ചു കാലം കഴിയുമ്പോൾ അതേ വരുമാനം മതിയോ നമുക്ക് ജീവിക്കാൻ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പണപ്പെരുപ്പം എന്താണ് എക്സാമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ടോപ്പിക് ഉണ്ട് അല്ലെ, ധനകാര്യം. പത്രത്തിൽ എല്ലാ പേജും നമ്മൾ വായിക്കും, പലപ്പോഴും പല ആൾക്കാരും ധനകാര്യത്തിന്റെ പേജ് വായിക്കാറില്ല. പലപ്പോഴും ബഡ്ജറ്റിംഗ് വരുമ്പോൾ അത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. റിവേഴ്സ് റെപ്പോ റേറ്റും റിസർവ് ബാങ്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോൾ അതിൽ എനിക്കെന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണോ അല്ലയോ? പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കണത്, എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ എന്ത് സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ നിലവിൽ വാങ്ങിയിരിക്കുന്ന, അവൈലബിൾ ആയ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ലോണോ അല്ലെങ്കിൽ വീടിന്റെ ലോണൊക്കെ എന്നെ എങ്ങനെ മോശമായോ നല്ല രീതിയിലോ ബാധിക്കും എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർവ് ബാങ്കിന്റെ റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റിന്റെയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇതിനെപ്പറ്റി ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ പല ആൾക്കാരും, ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ യങ് ബ്ലഡാണ്, വല്ലാത്ത രീതിയിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു സമയമാണ്. എപ്പോഴും പല ആൾക്കാരും ചെയ്യണത് ജോലി കിട്ടിയ ഉടനെ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണാറുണ്ട്. അത് ശരിക്കും തെറ്റാണ്. കാരണം പലപ്പോഴും ചില ആൾക്കാർ ചിലപ്പോൾ അതിനൊരു കോൺട്രവേഴ്സി ആയിട്ട് ചോദിക്കാറുണ്ട്, അത് നമ്മൾ റിസ്ക് എടുക്കുന്നത് നല്ലതല്ലേ? റിസ്ക് എടുക്കുന്നതൊക്കെ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് എവിടെയാണ് ചതിക്കുഴികൾ, എവിടെയാണ് കറക്റ്റായ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സമയം, അക്വയർ ചെയ്യുന്ന സമയം വരെയെങ്കിലും നിങ്ങൾ റിസ്ക് എടുക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ജോലി കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഷെയർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ഒന്നുമല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ്.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രക്രിയയെയും ഒറ്റയടിക്ക് താറുമാറാക്കുന്ന ഒരു സംഭവമാണ് അസുഖങ്ങൾ എന്ന് പറയുന്നത്. സോ അതിനുള്ളൊരു കവറേജ് നമ്മൾ എടുക്കുക, ഒരു സഫീഷ്യന്റ് കവറേജ് നമ്മൾ എടുക്കുക. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, അത് എല്ലാ വർഷവും ചെറിയൊരു പൈസ നഷ്ടമല്ല എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുപോകാം. പിന്നെ ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ്, കാരണം അതും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളിൽ തുടക്കം നിങ്ങൾക്ക് എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തന്നെയാവണം. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് റിസ്ക് കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ആണ് എന്നൊരു ആ ഒരു കാരണം കൊണ്ട് തന്നെ പുള്ളിക്കറിയാം എവിടെയാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് സ്വിച്ച് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഫുൾ റിസ്കിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോൾ ക്യാപ്പ് മാത്രമായി കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ വരുമാനം ഇപ്പോൾ നമ്മുടെ ഇൻകം ടാക്സിന്റെ ത്രഷോൾഡിന് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്കീമാണ് ELSS. മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമാണ്. അത് ഇക്വിറ്റിയിലേക്ക് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പക്ഷേ ടാക്സ് ബെനിഫിറ്റ് അതിന് വളരെ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് NPS നല്ലൊരു ഓപ്ഷനാണ്. നാഷണൽ പെൻഷൻ സ്കീംസ് ഒക്കെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എത്ര രൂപയാണ് ഞാൻ ഇതിനു വേണ്ടി ടോട്ടലായി മാറ്റി വെക്കേണ്ടത്. ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വരുമാനത്തിന്റെ പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കുക. ഒരു 40% സേവിങ്സിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഇല്ലാതെ കുറച്ചു കാലം കഴിയുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വലിയ രീതിയിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വളർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവ് ചെയ്ത ശേഷം ബാക്കി സേവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പഴയ പ്രവണത നമ്മൾ ഒഴിവാക്കിയ ശേഷം കിട്ടുന്ന വരുമാനത്തിൽ എത്രയാണോ എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർസെൻറ്റേജ് ഞാൻ ആദ്യമേ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ അലോക്കേറ്റ് ചെയ്ത ഫണ്ട് ആദ്യം മാറ്റിവെച്ച ശേഷം മാത്രം ഈ പറയുന്ന എക്സ്പെൻസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ സേവിങ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരുപാട് കാലം സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ആർക്കും തന്നെ വരുന്നുണ്ടാവില്ല. ചെറുപ്പകാലങ്ങളിൽ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10, 45, 48 അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സേവിങ്സും നമ്മൾ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പോവാം. അതേസമയം തന്നെ ജീവിക്കുന്ന സമയവും കൃത്യമായിട്ട് നമ്മൾ ജോലി തുടങ്ങിയ സമയത്തൊക്കെ കൃത്യമായി നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് തന്നെ ജീവിക്കുക. എല്ലാ തരത്തിലുള്ള എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ ചെയ്ത ശേഷം നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റും. സോ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.